ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. യൂട്യൂബ് തുടങ്ങിയതിന് ശേഷമുള്ള എൻ്റെ ഫസ്റ്റത്തെ വ്ളോഗാണ് കേട്ടോ. ഫസ്റ്റത്തെ വ്ളോഗ് തന്നെ കുറച്ച് സ്പെഷ്യലാണ്. ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മളിന്നൊരു സ്ഥലം വരെ പോവാണ്. നമ്മൾ രാവിലെ എണീറ്റ് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ റെഡിയായി നമ്മളിപ്പോൾ ഒരു സ്ഥലം വരെ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അതായത് കോട്ടക്കലുള്ള രണ്ടത്താണ് ശാന്തിഭവനത്തിൽ കാട്ടോ നമ്മൾ പോണത്. കുറച്ച് കുട്ടികളുടെ ഇടയിൽ വെച്ചിട്ടുള്ള ഒരു ബർത്ത്ഡേ ആണ്. അപ്പം എൻ്റെ മോൾ എൻ്റെ ബാക്കിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അവൾ എണീച്ചിട്ടില്ല. ബർത്ത്ഡേൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ തലേന്ന് തന്നെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ നേരത്തെ എണീച്ച് പോകണമല്ലോ. പോകുമ്പോൾ പിന്നെ നമ്മൾ 2 കേക്കും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു കേക്ക് ചിലപ്പോൾ അവിടെ എല്ലാവർക്കും ഉണ്ടാവില്ല വിചാരിച്ചിട്ട് 2 കേക്കാണ് വാങ്ങിയത്. എൻ്റെ അമ്മേൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ, ഇങ്ങനെ കുട്ടികൾക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കുക എന്നുള്ളതും പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുക, അവരൊക്കെ ഒരു ദിവസം പോയി കാണണം അങ്ങനെയുള്ളതൊക്കെ. അപ്പം ഉമ്മാൻ്റെ ഒരു പ്ലാൻ പ്രകാരമാണ് നമ്മുടെ ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തത്. നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിലാണ് കേട്ടോ അവരുടെ ശാന്തിഭവനത്തെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്ത് നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്ര നേരത്തെ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിരുന്നു ഒരു 8:30 ആകുമ്പോഴേക്കും നമ്മളോട് എത്താനാണ് പറഞ്ഞത്. അപ്പം ഇവിടുന്ന് ചിലപ്പോൾ ഒരു 2 മണിക്കൂർ ലോങ് ഉണ്ട് കേട്ടോ അവിടേക്ക്. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. വണ്ടി കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മോൾ ഉണർന്നു കേട്ടോ. അവൾക്ക് പിന്നെ ഇങ്ങനെ കാറിൽ യാത്രകൾ ചെയ്യുന്നതും ഒരുപാട് ദൂരത്തേക്ക് യാത്രകൾ ചെയ്തു പോകുന്നതും പിന്നെ അതുപോലെ ഒരുപാട് കുട്ടികളെ കാണുന്നതും അവരുടെ ഒപ്പം കളിക്കുന്നതൊക്കെ ഒരുപാട് ഇഷ്ടം. അപ്പം നമ്മൾ കറക്റ്റ് 6:30 കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 2 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ടായിരുന്നു. കാറിൽ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു തന്നുകൊണ്ട് തന്നെ നമുക്ക് വല്ലാതെ അതിൽ കൺഫ്യൂഷനൊന്നും ഉണ്ടായില്ല. പിന്നെ പോകുന്ന വഴി തന്നെ അവരുടെ തന്നെ ശാന്തിഭവനം ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു 8:30 ആയപ്പോഴാണ് അവിടെ എത്തിയത് കേട്ടോ. കറക്റ്റ് 8:30 ആ ടൈമിലെത്തി. അവർക്ക് 9 മണി ആ ടൈമിലാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം. നമ്മൾ ചെന്നപ്പോൾ അവിടെ ആകെ കുറച്ച് കുട്ടികളുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ മദ്രസയിലും പോയതാണ്. അവർ വരുമ്പോൾ ഒരു 9:15 ആ സമയമാവും. പിന്നെ കുട്ടികളുടെ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല. മദ്രസയിൽ പോയ കുട്ടികളൊക്കെ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു. പിന്നെ ആ സമയം കൊണ്ട് അവർ അവിടെയുള്ള ഏറ്റവും ചെറിയ പ്രായം കുട്ടികളുള്ള റൂമിലേക്ക് നമ്മളെ കൊണ്ടുപോയി. അവിടെ ആകെ 1 വയസ്സ് പോലും ആകാത്ത കുറേ കുട്ടികളുണ്ടായിരുന്നു. അവിടെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി എന്ന് പറയുന്നത് 1 മാസം ഒരാഴ്ച മാത്രം പ്രായമുള്ള കുട്ടിയാണ്. കുട്ടികളൊക്കെ കണ്ട് ഇറങ്ങിയപ്പോഴേക്കും എല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നു. ഇതാണ് കേട്ടോ കിച്ചൻ്റെ ഏരിയ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പറഞ്ഞിരുന്നത് മസാല ദോശയാണ്, പക്ഷെ അന്ന് അവർക്ക് അവരുടെ കുക്കില്ലാത്തതുകൊണ്ട് പൂരിയും വെജിറ്റബിൾ കുറുമയും ആക്കിയിട്ടോ. ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ അവിടെ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ ചിലവരൊക്കെ സ്കൂളിൽ പോയി, അല്ലാത്തവരത് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഓരോ കുട്ടികളുടെ ഫേസ് കാണുന്ന രീതിയിൽ ഫോട്ടോസും വീഡിയോസും എടുക്കരുതെന്ന് പറഞ്ഞിരുന്നു. അതാണ് കൂടുതലും എടുക്കാഞ്ഞത്. പിന്നെ നമ്മൾ കൊണ്ടുവന്ന ടോയ്സൊക്കെ എല്ലാവർക്കും അപ്പം തന്നെ കൊടുത്തു. കേക്ക് പിന്നെ അവർ എല്ലാവരും വന്നിട്ട് വൈകുന്നേരം ഒരുമിച്ച് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളത് അവർക്ക് കൊടുത്തു. ഇവിടെ അഡോപ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇതുവരെ 22ഓളം കുട്ടികൾ അഡോപ്ഷൻ്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ ഇരുന്ന് പിന്നെ നമ്മളവിടുന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങിയിട്ട് പിന്നെ നമ്മളവിടുന്ന് എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയത് കേട്ടോ. അപ്പോഴാണ് അവിടെ ഒരു പായസക്കട കണ്ടത്. അവിടെ 1, 2 ഒരുപാട് വെറൈറ്റി പായസങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. കാരണം ഒരുപാട് വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് അവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത്. ഒരുപാട് ചക്കപ്പായസം, ഇളനീര്, പ്രഥമൻ, അടപ്രഥമൻ, അങ്ങനെ ഒരുപാട് പായസങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇളനീർ പായസം പിന്നെ ചെറുപയർ പായസം കേട്ടോ പറഞ്ഞത്. പായസം കുടിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിയാക്ഷൻ നിങ്ങൾ കണ്ടില്ലേ, അതുതന്നെയാണ്. അടിപൊളി പായസമായിരുന്നു കേട്ടോ. ഇളനീർ പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇളനീരും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കോട്ടക്കൽ ചങ്കുവെട്ടിയിലാണ് കേട്ടോ ഈ ഷോപ്പുള്ളത്. നമ്മൾ പോകുമ്പം റോഡ് സൈഡിൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മളെ നാട്ടിലെത്തി കേട്ടോ. നമ്മളെ നാട്ടിൽ കനോളിപ്പോട്ട് അവിടെ ആയിട്ട് ഒരു ഷോപ്പുണ്ട്. ഈ ഫ്രൂട്ട്സ് കട. ഇവിടെ ഏത് കാലത്തും ഏത് സീസണിൽ വന്നാലും ചക്ക, മാങ്ങ ഈ സാധനങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ചക്ക കണ്ടപ്പോൾ ഉമ്മക്ക് വേണം തോന്നി. അങ്ങനെ നമ്മൾ ചക്ക വാങ്ങി കുറച്ച് മാങ്ങയും വാങ്ങിയാണ്ട് തിരിച്ചു പോന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ കുട്ടി വ്ളോഗ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.